പല റെസ്റ്റോറൻറ്റുകളിലും ഭക്ഷണമൊക്കെ പ്രദർശിപ്പിച്ച് വെക്കുകയാണ്, അതിൻ്റെ മോഡൽ ഉണ്ടാക്കി വെക്കുകയാണ്. നമ്മൾ അതിൻ്റെ വിലയും വെച്ചിട്ടുണ്ടോ, ഇത് മതി എന്ന് പറഞ്ഞാൽ അവർ. ചില റെസ്റ്റോറൻറ്റിൽ ഈ നമ്മുടെ കടാപ്പുറത്ത് ഓടി നടന്നിരുന്ന ഞണ്ട് അതിൻ്റെ ചില്ലി കൂട്ടി കിടന്ന് ഓടുകയാണ്. അപ്പോൾ കമ്പ് കൊണ്ട് ഈ ഞണ്ടെന്ന് പറഞ്ഞാൽ അവർ ആ ഞണ്ടിനെടുത്ത്, അല്ലെങ്കിൽ ഈ മീനെന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് വികസനവും പുരോഗമനവും അട്രാക്ഷൻ നമ്മളെ ആകർഷിച്ച്. നമുക്കൊരു പ്രത്യേകതയുണ്ട്. ഒരു ഭക്ഷണ സാധനം നമ്മൾ ടി വിയിലോ ഹോട്ടലിലോ നടക്കണ വഴിയിലോ കണ്ടാൽ അപ്പം നമുക്ക് വിശപ്പ് തോന്നും, നമ്മളറിയില്ല. അപ്പം നമുക്കത് തിന്നണമെന്ന് തോന്നും, അപ്പം അതിനുള്ള വിശപ്പും വരും. ഇതൊരു സൈക്കോളജിക്കലായിട്ടുള്ള ചതിയാണ്, കെണിയാണ്. അതുകൊണ്ടാണ് ഫുഡ് ഇൻഡസ്ട്രി ഭയങ്കരമായ പണം മുടക്കി പരസ്യങ്ങൾ കൊടുക്കുന്നത്. അവർ കോള കുടിച്ച് ആനന്ദിക്കുന്നത് കണ്ടു കഴിയുമ്പോൾ നമുക്കും അങ്ങനെ ഒന്ന് ആനന്ദിക്കണം, നമുക്കും കോള കുടിക്കണമെന്നൊരു തോന്നൽ അറിഞ്ഞോ അറിയാതെ നമ്മളുള്ളിൽ വരും. അപ്പോൾ നമ്മളൊരു ഡിസിപ്ലിനിലേക്ക് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തീരുമാനം എടുക്കണം. അങ്ങനെ ഒരു തീരുമാനം നമുക്ക് ആർക്കുമില്ല. എന്താണ് ജീവിതത്തിൽ വേണ്ടത്, ഈ ജീവിതം കൊണ്ട് ഞാൻ എന്താണ് നേടാൻ പോകുന്നത്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്താ വേണ്ടത് എന്നുള്ള ഒരു ഉറച്ച ബോധ്യം ആർക്കുമില്ല. ഇളയ താഴ്ന്ന കുട്ടി വന്നിട്ട് അച്ഛൻ എന്തിനാ ജീവിക്കണേന്ന് ചോദിച്ചാൽ അന്ന് തീരും നിങ്ങളുടെ പത്രാസ്. അമ്മ എന്തിനാ ജീവിക്കണേന്ന് ചോദിച്ചാൽ തീർന്നില്ലേ? ഉത്തരവുണ്ടോ? അതങ്ങനെ ജീവിക്കുക, ജനിച്ചു പോയത് കൊണ്ട് ജീവിക്കുക എന്നുള്ള ഒരു ഉത്തരത്തിലാണ് ആള് ജീവിക്കുന്നത്. ഒരിക്കൽ തകർത്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ ആവില്ല, കുറച്ച് താഴെ എത്തിക്കാൻ സാധിച്ച ഭാഗ്യം. അതുകൊണ്ട് പരമജാഗ്രതയോടെ ഈ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടിച്ചു പൊളിക്കാൻ നമുക്ക്, സിനിമയ്ക്ക് കയറണോ, അങ്ങനെ പോകണോ, ടൂറ് പോകണോ, ഒക്കെ നമുക്ക് അടി. പക്ഷെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഇതുമ്മ തൊട്ടുള്ള കളി കച്ചവടക്കാരെ സമ്മതിക്കരുത്. അതുകൊണ്ട് കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. നിങ്ങൾ പ്രകൃതിയിലേക്ക് വരുന്നതോടെ നിങ്ങളുടെ ജീവിതം കോംപ്ലിക്കേറ്റഡ് ആകുകയല്ല ചെയ്യുന്നത്. ഇറ്റ് ബിക്കംസ് മോർ സിമ്പിൾ ആവുക ചെയ്യുന്നത്, മോർ ബ്യൂട്ടിഫുൾ, സൗന്ദര്യാത്മകമാകുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ്? കഷ്ടപ്പാട് കുറയുക ചെയ്യുക, ജീവിതം കുറേയും കൂടെ എളുപ്പമാവണം, ലളിതമാകണം, സുഖകരമാകണം, ആനന്ദകരമാവണം, ആസ്വാദ്യകരമാണ്, ആസ്വദിച്ച് ജീവിക്കണം. ഇന്ന് ആസ്വദിച്ച് നാളെ ഗതികേടായിട്ട് ബെറ്റി കിടക്കേണ്ടി വരരുത്. സൂപ്പർ സൈസ് മീ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് എന്നെടുത്തേ, മക്ഡൊണാൾഡ്സിൻ്റെ, മാഡ് ഡൊണാൾഡ്സ് എന്ന് ഞാൻ പറയും. മാഡ് ഡൊണാൾഡ്സിൻ്റെ ഷോപ്പിലേക്ക് കയറി ഒരു ചെറുപ്പക്കാരൻ. അന്ന് തുടങ്ങി രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും മക്ഡൊണാൾഡ്സിൻ്റെ സൂപ്പർ സൈസ് പാക്ക് വാങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവിടെ കയറുന്നതിന് മുമ്പ് അയാൾ അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഡോക്ടർമാരെയെല്ലാം കണ്ട് കംപ്ലീറ്റ് ബോഡി ചെക്കപ്പ് ചെയ്തു. കാർഡിയോളജിസ്റ്റിനെ കണ്ട് ഹാർട്ടിൻ്റെ ചെക്ക് ചെയ്തു, ഡയബറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് പാങ്ക്രിയാസിൻ്റെ ചെക്ക് ചെയ്തു. എല്ലാം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ആ റിപ്പോർട്ടുകളെല്ലാം വാങ്ങി വെച്ചിട്ട് അയാൾ മക്ഡൊണാൾഡ്സിൻ്റെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എന്നാണ് പറയണത്. ഒരാഴ്ച കഴിഞ്ഞ് അയാൾ വീണ്ടും ഡോക്ടർമാരുടെ അടുത്ത് പരിശോധിക്കാൻ ചെന്നു. ഡോക്ടർമാർ ആശ്ചര്യപ്പെട്ടു, ഇതെന്താണിത്? ടെസ്റ്റ് റിപ്പോർട്ടുകൾ തെറ്റിപ്പോയായിരിക്കും. നിങ്ങൾ ഒരാഴ്ച മുമ്പ് വന്നപ്പോൾ നിങ്ങളുടെ ഷുഗർ നോർമലായിരുന്നു, ഇപ്പോൾ പതുക്കെ അബ്നോർമലാകാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ BP കൂടാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഈ ഒരാഴ്ച നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ തിരുത്തണം വേഗം. അയാൾ തിരുത്തിയില്ല, വീണ്ടും കഴിച്ചു. രണ്ടാമത്തെ ആഴ്ച ചെന്നു, അയാൾക്ക് ഹാർട്ടിനും കൂടെ കുഴപ്പം, ഷുഗർ പിടിച്ചു. മൂന്നാമത്തെ ആഴ്ച ചെന്നു. നാലാമത്തെ ആഴ്ച അയാൾക്ക് ചെല്ലണ്ടി വന്നില്ല, അയാൾ കിടപ്പായി, വീർത്ത് തടിയൊക്കെ കൂടി. ആ മാറ്റങ്ങൾ മുഴുവനും വീഡിയോ ചെയ്തിരിക്കുകയാണ്. ഇയാൾക്കുണ്ടായിട്ടുള്ള ഡേ ബൈ ഡേ ഇതാണ് അവസ്ഥ. ആഹാരം എങ്ങനെയാണ് നിങ്ങളെ നശിപ്പിക്കുന്നത്, എങ്ങനെയാണ് രാവിലെ നിങ്ങൾ കുടിക്കുന്ന ചായയും കാപ്പിയും, അത് കഴിഞ്ഞാൽ കുടിക്കുന്ന കോളയും, വീണ്ടും വീണ്ടും ഒരേ എണ്ണയിൽ വറുത്ത ഭക്ഷണ സാധനങ്ങളുമൊക്കെ നിങ്ങളെ എങ്ങനെയാണ് നശിപ്പിക്കുന്നത്, നിങ്ങളുടെ മെറ്റബോളിക് ഫങ്ഷനിൽ തകരാറുണ്ടാക്കുന്നതെന്ന് ആ വീഡിയോ പറഞ്ഞു തരും. ഇവർക്ക്
ഈ മരുന്ന് കൊണ്ട് രോഗം മാറ്റാൻ പറ്റുമായിരുന്നെങ്കിൽ ഡോക്ടർമാരുടെ അച്ഛൻ്റെ അമ്മയുടെ രോഗം ആദ്യം മാറ്റണ്ടേ, കടപ്പാട് കാണിക്കണ്ടേ? ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെ കാൽക്കൽ സർട്ടിഫിക്കറ്റ് വെച്ച് തൊഴുത് വന്നിച്ചിട്ട് അച്ഛനും അമ്മയും കൂടെ 2-3 കോടി കൈക്കൂലി മേടിച്ച് എന്നെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയില്ലേ? നന്ദി കാണിക്കാൻ ഞാൻ ആദ്യം അച്ഛൻ്റെ അമ്മയുടെ രോഗം മാറ്റും, എന്നിട്ടേ നാട്ടുകാരെ ചികിത്സിക്കാൻ പോകത്തുള്ളൂ. ഇതല്ലേ ഒരു മകൻ ഒരു മകള് തീരുമാനിക്കേണ്ടതല്ലേ? നടക്കുമോ? നടക്കണുണ്ടോ? ഏതെങ്കിലും ഒരു ഡോക്ടർക്ക് തൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും രോഗം മാറ്റി കൊടുത്തിട്ട് നാട്ടുകാരെ ചികിത്സിക്കാൻ ഇറങ്ങാൻ കഴിയുന്നുണ്ടോ? സ്വന്തം കുഞ്ഞിൻ്റെ അസുഖം മാറ്റാൻ പറ്റണുണ്ടോ? സ്വന്തം ഭാര്യ, ഭർത്താവ്, ചേട്ടൻ, അനിയൻ, അനിയത്തി, എന്താ കഴിയാത്ത? അത് കഴിയില്ല എങ്കിൽ പിന്നെ അവരെങ്ങനെയാ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും നമ്മുടെ രോഗം മാറ്റി തരിക? അത്ഭുതങ്ങളിൽ വിശ്വസിക്കരുത്. നിങ്ങളുടെ രോഗങ്ങൾ നിങ്ങളുടെ സ്വയംകൃതാനർത്ഥങ്ങളാണ്. നിങ്ങൾ കഴിച്ചു വരുന്ന ഭക്ഷണപാനീയങ്ങളുടേതാണ്.